നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തേക്ക് കടന്നു വന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുക. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ 9 മാസത്തിലധികം ഉമ്മയുടെ വയറിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ നിശബ്ദമായ ഒരു ലോകത്ത് നിന്ന് ശബ്ദമുഖരിതമായ ഒരു ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി നമ്മുടെ കർണപുടങ്ങളിൽ, നമ്മുടെ ചെവികളിൽ അലയടിച്ച ശബ്ദമേതായിരുന്നു? ഏതൊരു വിശ്വാസിയും ഭൗതിക ലോക ജീവിതത്തിന്റെ തുടക്കത്തിൽ കേൾക്കേണ്ട ശബ്ദം അല്ലാഹു അക്ബർ എന്ന വാങ്കിന്റെ ധ്വനിയാണ് വലതു ചെവിയിൽ നമ്മൾ കേൾക്കുന്നത്. ഇടതു ചെവിയിൽ നമ്മൾ കേൾക്കുന്നത് ഇഖാമത്താണ്. ഇഖാമത്തിന്റെ പ്രാരംഭവും അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, ജഗനിയന്താവായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ് എന്ന റബ്ബിനെ കേട്ടുകൊണ്ടായിരിക്കണം, ആ റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ പ്രയാണം തുടക്കം കുറിക്കേണ്ടത്. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ കരഞ്ഞില്ലെങ്കിൽ വലിയ പ്രയാസം. ആ കരച്ചിൽ കേട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് എല്ലാവർക്കും സങ്കടമാണ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ ജനിച്ചു വീണപ്പോ നമ്മുടെ കരച്ചിൽ കേട്ടുകൊണ്ട് നമ്മുടെ ആ ആഗമനം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ പോലും പുഞ്ചിരിക്കുകയായിരുന്നു. അവരൊക്കെ സന്തോഷിക്കുകയായിരുന്നു. പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്ന പൊന്നുമോൾ ഇതാ വന്നിരിക്കുന്നു എന്ന സന്തോഷമാണ് ആ കരച്ചിൽ. ഒരു കരച്ചിൽ കേട്ടുകൊണ്ട് ഇത്രയേറെ സന്തോഷിച്ച ഒരു സന്ദർഭം വേറെയുണ്ടാവില്ല. ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ ബൈത്ത് അതാണല്ലോ സൂചിപ്പിക്കുന്നത്. എല്ലാവരും ജനിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂടെയുള്ള ആളുകൾ കൂടെയുള്ള ചുറ്റുപാടുമുള്ള ആളുകൾ സന്തോഷം കൊണ്ട് അവര് ചിരിക്കുകയാണ്. എന്നാൽ ഇനി മറ്റൊരു സന്ദർഭം നമുക്ക് വരാനുണ്ട്. ആ സന്ദർഭം എപ്പോഴാണ്? ഇതുപോലെ നമ്മുടെ ചെവികളോട് ചുണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മരണാസന്നനായ ആളുടെ കർണപുടങ്ങളിൽ, ചെവികളിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കപ്പെടും. അപ്പോൾ ആ കലിമത്തു തൗഹീദിന്റെ അവസാനത്തെ ശബ്ദം അല്ലാഹ് എന്ന ശബ്ദം കേട്ടുകൊണ്ട് പ്രയാണം ആരംഭിച്ച നമ്മുടെ ഭൗതിക ജീവിതം അവസാനിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിൽ അവസാനിക്കുന്നു. ഇതൊന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അല്ലാഹുവിൽ നിന്ന് തുടങ്ങി അല്ലാഹുവിലേക്ക് അവസാനിക്കേണ്ട, അല്ലാഹുവിലേക്ക് ചെന്നെത്തേണ്ടതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന ഒരു വലിയ ആശയം കൂടി ഇതോടുകൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആ ജീവിത പ്രയാണത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ് നമ്മുടെ മരണം. ആ മരണം യഥാർത്ഥത്തിൽ അവസാനമല്ല, അതാണ് യഥാർത്ഥത്തിലുള്ള തുടക്കം. ആ തുടക്കം നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയണം. ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ആ വിട പറഞ്ഞു പോയ ആളുകളിൽ പലരുടെയും വേർപാടുകൾ നമ്മെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലരുടെയൊക്കെ വേർപാടുകൾ കാണുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ എന്തായാലും നമുക്കെല്ലാവർക്കും വിട പറയണം. ആ വിട പറയുന്ന സമയത്ത് ഇതുപോലെ മരിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഷമീർ ഹസ്സനി ഉസ്താദിന്റെ ഉപ്പയെ നമ്മളിവിടെ അനുസ്മരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടൂർ ഹസ്സനി ഉസ്താദിന്റെ ഉപ്പ മരക്കാരെ ഹാജ്
പോക്കരെ ഹാജി അവര് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വിട പറഞ്ഞത്. ശൈഖുനാ ഉസ്താദ് അവരുടെ ഉപ്പ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. ഒരു 3-4 മരണങ്ങളെ നമ്മളിങ്ങനെ ആ സന്ദർഭങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ വലിയ ദുഃഖങ്ങൾ, ആ വലിയ നമ്മുടെ പിതാക്കൾ വിട പറയുന്നതിൽ നമുക്കുണ്ടെങ്കിൽ പോലും അവരുടെ വേർപാട് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. അറിയില്ലേ, ഇന്നലെ അസുർ നിസ്കാരത്തിന് വാങ്ങി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ കർണാടക സ്റ്റേറ്റിൽ പള്ളിയിലെ മുഅദ്ദിനായ ഉസ്താദ് വിട പറഞ്ഞത്, അബ്ദുൽ ലത്തീഫ് മദനി എന്ന് പറയുന്ന ഉസ്താദ് വിട പറഞ്ഞത് നമ്മളെല്ലാവരും അതിന്റെ ദൃശ്യങ്ങൾ പലരും സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടവനാണല്ലോ. ആ മരണത്തിന്റെ രംഗം കണ്ട ഉടനെ നമ്മളൊക്കെ ആശിച്ചു പോയി, ഇങ്ങനെ ഒരു മരണം നമുക്ക് ലഭിച്ചുവെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദ് വാങ്ങി വിളിക്കുകയാണ്. വാങ്ങി വിളിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദിന്റെ ഏറ്റവും സുപ്രധാനമായ വാചകം 2 പ്രാവശ്യം ചൊല്ലി അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതൊരൊറ്റ പ്രാവശ്യം ചൊല്ലി പിന്നെ വീഴുകയാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ആ മരണം? ആ വീഴൽ മരണമായിരുന്നു. കുഴഞ്ഞു വീണ് മരിച്ചു എന്നല്ല പറയേണ്ടത്, മരിച്ചു വീണ് കുഴഞ്ഞു എന്നാണ് പറയേണ്ടത്. ചിലര് പറയാറുണ്ട് മരിച്ചിട്ടാണ് വീഴുന്നത്. സഹോദരന്മാരെ, എന്തൊരു മരണം! പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള മരണം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ടുള്ള മരണം, വുളൂഇലായുള്ള മരണം, ത്വഹാറത്തിലായുള്ള മരണം, അതോടൊപ്പം ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള മരണം. അതിലും വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ആളുടെ വിളിയേക്കാൾ ഏറ്റവും നല്ല ഖൗല് പറയുന്നവൻ ആരുണ്ട്? ഈ വാചകം, ഈ വിശുദ്ധ ഖുർആനിലെ വാക്യം പറയുന്നത് മുഅദ്ദിനീങ്ങളെ കുറിച്ചാണെന്ന് മഹാന്മാര് തഫ്സീറുകളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും നല്ല വാചകം പറഞ്ഞ് ജനങ്ങളെ അതാ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ആ ഉസ്താദ് വിട പറയുന്നു. എത്ര നല്ല മരണമാണ് സഹോദരന്മാരെ! വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്ത് കാവനൂർ എന്ന പ്രദേശത്തെ അബ്ദുൽ ഗനി സഖാഫി എന്ന ഉസ്താദ് സുബഹിക്ക് വാങ്ങി വിളിച്ചു. പള്ളിയിലെ മുഅദ്ദിനാണ്. അദ്ദേഹം വാങ്ങി വിളിച്ച് സുബഹിയുടെ ജമാഅത്തിന് വേണ്ടി ആളുകൾ വന്നു. മുഅദ്ദിനായ ഉസ്താദ് അവர்கள் വാങ്ങി വിളിച്ചതിന്റെ ശേഷം സുബഹിയുടെ ഖബലിയായ റവാത്തിബ്, ഏറ്റവും പുണ്യമുള്ള റവാത്തിബ് സുന്നത്താണ് സുബഹിയുടെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത്. ഈ ഭൂമി ലോകത്തുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ പുണ്യമാണ് സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഇപ്പൊ സുബഹിയുടെ വാങ്ങ് കുറച്ച് നേരത്തെയാണ്. പലപ്പോഴും നമ്മളൊക്കെ ഒരു 6 മണി 6:30 മണിക്കൊക്കെ എണീറ്റ് ശീലമുള്ള ചില ആളുകൾ ഇപ്പോഴും ഒരു 6:30 മണിക്ക് എണീറ്റിട്ട് സുബഹി നിസ്കരിച്ചാൽ അത് ഖളാ ആണ്. സുബ്ഹാനല്ലാഹ്, ഖളാ ആക്കുന്നതിന്റെ തെറ്റ് നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പോ, ഒരാൾ ഒരു നിസ്കാരം, ഒരൊറ്റ നിസ്കാരം ഖളാ ആക്കിയാൽ ആ നിസ്കാരം അയാൾ ഖളാ വീട്ടിയാലും ശരി, അയാൾ നരകത്തിൽ അയാൾ ഒരു ഹുഖ്ബ് എന്ന കാലാവധി ശിക്ഷിക്കപ്പെടും. ഹുഖ്ബ് എന്ന് പറഞ്ഞാൽ 80 വർഷമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ ഖുർതുബിയിൽ ഒരു പരാമർശം കാണാൻ കഴിയും. 80 വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ പാതകമാണ്, തെറ്റാണ് ഒരു നിസ്കാരം ഖളാ ആക്കുന്നത്. ഖളാ ആക്കിയിട്ട് പിന്നെ നിസ്കരിക്കുമ്പോൾ എല്ലാമായി ഞാൻ നിസ്കരിച്ചല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആ ഹദീസിന്റെ റിവായത്തിൽ പറയുന്നുണ്ട് വയഖ്ദിയാൽ ഖളാ വീട്ടുകയും ചെയ്തു എന്നാണ്. എന്നാൽ പോലും ഒരു ഹുഖ്ബ് എന്ന കാലാവധി 80 വർഷം
പിന്നീട് നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന വിശദീകരണം അവിടെയുണ്ട്. 80 വർഷമെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ 80 വർഷമല്ല, പരലോകത്തെ 80 വർഷമാണ്. പരലോകത്തെ ഒരു ദിവസമെന്ന് പറയുന്നത് എത്രയാണെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ 2 പരാമർശങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറഞ്ഞത് അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ. പരലോകത്തെ ഒരു ദിവസമെന്ന് പറയുന്നത് ദുനിയാവിലുള്ള നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷമാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് 50 അൽഫ സനത്തിൻ മിമ്മാ തഅദൂൻ. നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന 50,000 വർഷമാണ്. നമുക്കതിലേറ്റവും ചുരുങ്ങിയ എണ്ണമെടുത്താൽ തന്നെ ആ ആഖിറത്തിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ദുനിയാവിലെ 1000 വർഷത്തിന്റെ അത്രയും ദൈർഘ്യമുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 80 വർഷമെന്ന് പറയുന്നത് 2,88,00,000 വർഷമാണ്. 2,88,00,000 വർഷം ശിക്ഷ അനുഭവിക്കുന്ന തെറ്റേതെന്നറിയുമോ? വ്യഭിചാരമല്ല, കള്ളുകുടിയല്ല, മറ്റുള്ളവരുടെ അപഹരിക്കലല്ല, കൊലപാതകമല്ല, ഒരു വഖ്ത് നിസ്കാരം സമയം തെറ്റി നിർവഹിക്കലാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, ഇതാണ് ഇതിനുള്ള ശിക്ഷ. അല്ലാഹുവിന്റെ അഫ്വ് ലഭിച്ചില്ല എങ്കിൽ, അല്ലാഹുവിന്റെ മാപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുകയുള്ളൂ. പലപ്പോഴും ഓവർ ടൈം സമയം പണിയെടുത്തുകൊണ്ട് രാവിലെ ഇറങ്ങിയ ആൾ ദുഹറും കഴിഞ്ഞ് അസറും കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം ഒരു ദീനീ ബോധമുള്ള ആളാണെങ്കിൽ ദുഹറും അസറും ഒക്കെ ഒന്നിച്ചൊന്ന് ഖളാ വീട്ടും അയാൾ സമാധാനിക്കും, ഞാൻ നിസ്കരിച്ചുവല്ലോ എന്ന്. ഖളാ ആയാലും ഞാൻ നിസ്കരിച്ചല്ലോ എന്ന്. ചില സഹോദരിമാർ വീട്ടിൽ ജോലി തിരക്കുകൾ ഉണ്ടാകും. ആ സമയത്ത് വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ദുഹർ നിസ്കരിക്കാൻ നിൽക്കും. ദുഹറിന്റെ നിസ്കാരം അസ്റിനോട് അടുത്ത സമയത്ത് പലപ്പോഴും ഖളാ ആകുന്ന വിധത്തിൽ നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷവേളകളിൽ, കല്യാണ സമയങ്ങളിൽ പലപ്പോഴും പലരുടെയും ദുഹർ നഷ്ടമാണ്. അതുപോലെ സഹോദരിമാർ, വധുക്കളായ അഥവാ പെൺകുട്ടികൾ അവർ വിവാഹിതരാകുമ്പോൾ തലേ ദിവസം അസ്റിന് തന്നെ അവർ മൈലാഞ്ചി ഇട്ട് നിൽക്കുകയാണ്. അവർക്ക് പലപ്പോഴും അന്നത്തെ മഗ്രിബില്ല, ഇശാ ഇല്ല, സുബ്ഹി ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇതിനൊക്കെ അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അബ്ദുൽ ഗനി സഖാഫി സുബ്ഹിക്കുള്ള ജമാഅത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു. ആളുകൾ വന്നു. അദ്ദേഹം സുബഹിയുടെ മുമ്പുള്ള ഏറ്റവും പുണ്യമുള്ള റവാത്തിബ് നിസ്കാരം നിസ്കരിച്ച് പിന്നെ ഒരു സുന്നത്തുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട സുന്നത്താണ്. ഖിബിലയിലേക്ക് തിരിഞ്ഞ് മയ്യിത്ത് ഖബറിൽ കിടക്കുന്നത് പോലെ ഖിബിലയിലേക്ക് തിരിഞ്ഞ് വലത് ഭാഗത്തിന്റെ മേൽ തിരിഞ്ഞിട്ട് ഒരു കിടത്തം ഖബറിനെ അനുസ്മരിച്ചുകൊണ്ട്, മരണത്തെ ഓർത്തുകൊണ്ട് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല وعزرائيل ورب محمد صلى الله عليه وسلم اللهم أجرني من النار എന്ന് ദുആ ചെയ്ത് ആ സുബഹിയുടെ സമയത്ത് നിസ്കാരത്തിന്റെ മുമ്പ് ആ കിടത്തത്തിൽ ആ ദുആ നിർവഹിച്ച് അബ്ദുൽ ഗനി സഖാഫി കിടക്കുന്നു. സാധാരണയുള്ള കിടത്തമാണത്. പക്ഷേ ഇഖാമത്തിന്റെ സമയമായി. ഇഖാമത്തിന്റെ സമയമാകുമ്പോൾ മുഅദ്ദിൻ എണീക്കുന്നില്ല. അടുത്തു പോയി നോക്കുമ്പോൾ കിടത്തത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. വിളിച്ചു നോക്കുമ്പോൾ അബ്ദുൽ വലിയ സഖാഫി ഉണരുന്നില്ല. അദ്ദേഹം അല്ലാഹുവിന്റെ ഖളാ പ്രകാരം അദ്ദേഹം അതാ വിട പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ഓർത്തുനോക്കൂ നിങ്ങൾ. പള്ളിയിൽ വെച്ചുകൊണ്ട് സുബഹിയുടെ സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആ ഒരു കിടത്തം എത്ര വലിയ സന്തോഷമാണ്. ബഹുവന്യരായ ശൈഖുന ഉസ്താദ് അവരുടെ ഉപ്പ നമുക്കെല്ലാവർക്കും പലർക്കും പരിചയമുണ്ട്. ചെറിയ മക്കളല്ലാത്തവർക്കൊക്കെ അവരു സാധാരണക്കാരൻ എന്നതിന് ഒരു ആലിമല്ല എന്നേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഇൽമുമായും ദിക്റുമായും ബന്ധപ്പെട്ടു ബഹുവന്യരായ ശൈഖുന ഉസ്താദ് അവരുടെ മുർഷിദും ശൈഖുമായ ബഹുവന്യരായ ശൈഖ് മൂസൽ ഖാദിരി അവരുടെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന ദിക്റിൽ പങ്കെടുക്കുന്നവരാണ്.
ആ ദിക്റിന്റെ മജ്ലിസിൽ ദിക്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ ബഹുവന്യരായ ശൈഖുനയുടെ ഉപ്പ ഇവിടെ പറഞ്ഞു പോയി. ഇത്ര നല്ല മരണമല്ലേ സഹോദരന്മാരെ. ഇനി നോക്കൂ, ശൈഖുനയുടെ ശൈഖായ നേരത്തെ പറഞ്ഞ മുസൽ ഖാദിരി അവർകൾ അവരെങ്ങനെയാണ് മരണപ്പെട്ടത്? അവരിവിടെ പറഞ്ഞത് എങ്ങനെയാണ്? തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ് തഹജ്ജുദ്. ഇന്ന് ഫത്ഹുൽ മുഈൻ ആ ഭാഗം ഓതിക്കൊടുത്തു ഓർക്കുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വലിയ ഫളീലത്തുകൾ ഹദീസുകളിൽ വന്നിട്ടുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഇശാഇന്റെ ശേഷം ഉറങ്ങി എണീറ്റുള്ള നിസ്കാരമാണല്ലോ തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴാണ്, അതും സുജൂദിൽ കിടന്നുകൊണ്ടാണ് മഹാനവറുകൾ വിട പറഞ്ഞത്. അല്ലാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭം അവൻ സുജൂദിൽ കിടക്കുന്ന സന്ദർഭമാണ്. ഏറ്റവും മഹത്വമായ ആ പുണ്യമുള്ള നിസ്കാരത്തിൽ, അതും സുജൂദിൽ കിടന്നുകൊണ്ട് ഏറ്റവും പുണ്യമുള്ള സമയങ്ങളിൽ അത്താഴ സമയങ്ങളിൽ മുഅ്മിനുകൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞ അതേ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തവർ. സഹോദരന്മാരെ, നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ബഹുവന്ദരായ കോടൂർ ഉസ്താദിന്റെ ഉപ്പ വിട പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു. പക്ഷേ അവസാന സമയത്ത് വീട്ടിൽ വന്ന് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഉറക്കെ ഉച്ചരിച്ച് ഉസ്താദ് തന്നെ അനുസ്മരണത്തിൽ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നത് ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. ഒരു വലിയ ആലിമല്ല, പക്ഷേ അവരതാ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ മക്കളെ ആലിമീങ്ങളായി വളർത്തി. മക്കളെ അവർ ഭൗതികമായ ലോകത്തിന്റെ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നവർ ചിന്തിച്ചില്ല. അങ്ങനെ ആലിമീങ്ങളെയും ഇൽമിനെയും സ്നേഹിച്ചുകൊണ്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിച്ചവരൊക്കെ വിട പറയുന്ന സമയത്ത് നന്നായി വിട പറഞ്ഞുപോയി. ദിക്റിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടവരൊക്കെ നല്ല നിലക്ക് മരിച്ചുപോയി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ ചങ്കുവെട്ടിക്കൊണ്ട് 4 വർഷം ദർസ് നടത്തിയിരുന്നു. അവിടെ ഒരു മുഹമ്മദ് കുട്ടിയാക്കയുണ്ട്. മുഹമ്മദ് കുട്ടിയാക്കയുടെ പ്രത്യേകത, പരിസരത്ത് എവിടെയൊക്കെ ദിക്റിന്റെ മജ്ലിസുകളുണ്ടോ എല്ലായിടത്തും മുഹമ്മദ് കുട്ടിയാക്ക പോകും. വളരെ സാധുവാണ്, വലിയ ഇൽമൊന്നുമില്ല, പക്ഷെ ഉള്ള ഇൽമ കൊണ്ട് നന്നായി അമല് ചെയ്യും. ഖുത്ബ ഞാൻ ഓതുമ്പോൾ പലപ്പോഴും അദ്ദേഹം സദസ്സിലുണ്ടാകും. നാടനായ ആളാണ്, പക്ഷേ നാറെന്ന് പറയുമ്പോ നരകത്തെ കുറിച്ചുള്ള ആയത്തുകൾ ഓതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രത്യേക ഇരുത്തം ഇങ്ങനെ കാണാം. അദ്ദേഹത്തിന്റെ മുഖത്തതിന്റെ ഭാവമാറ്റം കാണാം. വാഴ്ന്നു പറയുമ്പോൾ ഒരു വലിയ താല്പര്യത്തോടെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. എല്ലാ ദിക്റിനും അദ്ദേഹം പോകും. പരിസരത്തുള്ള മഹല്ലുകളിലൊക്കെ ദിക്റിന്റെ ദിവസം തേടി അവിടേക്ക് പോകും. അദ്ദേഹം വിട പറഞ്ഞത് എപ്പോഴാണ്? അസ്ർ നിസ്കരിക്കുമ്പോൾ. അസ്ർ നിസ്കാരത്തിന് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടക്കുന്നത് കണ്ടു. പിന്നീട് അദ്ദേഹം എണീറ്റിട്ടില്ല. സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹവും മരണപ്പെട്ടു. സഹോദരന്മാരെ, കൊതിച്ചു പോകുന്ന മരണങ്ങളല്ലേ ഇത്? നമുക്കും ഇങ്ങനെ ഒരു യാത്രയില്ലേ? നമ്മുടെ ഈ വലിയ നെട്ടോട്ടങ്ങൾക്കൊടുവിൽ ഒരു അവസാനത്തെ സെക്കൻഡ് ഉണ്ട്. ആ സെക്കൻഡ് ഒന്ന് ഭാസുരമാകേണ്ടതില്ലേ? പ്രിയപ്പെട്ട ഷമീർ ഹസനി ഉസ്താദിന്റെ ഉപ്പയും വിട പറഞ്ഞത് ഹോസ്പിറ്റലുകളിൽ കുറച്ച് ദിവസങ്ങൾ എന്നല്ല 4 വർഷത്തിലധികം നിരന്തരമായ രോഗപീഠകളിലായി. അറിയാമല്ലോ, ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആഖിറത്തിൽ വലിയ പദവികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ പദവികൾക്ക് മാത്രമുള്ള വലിയ അമലുകളൊന്നും അദ്ദേഹം ചെയ്തിട്ടുമില്ല എങ്കിൽ അല്ലാഹു അദ്ദേഹത്തെ നൽകുന്ന വലിയ ഒരു പരീക്ഷണമാണ് രോഗമെന്നത്. ഇദാ സബഖത ലിൽ അബ്ദി മിനല്ലാഹി തആല മൻസിലതൻ ലം യനൽഹാ ബിഅമലിഹി, അമൽ കൊണ്ട് നേടിയെത്താൻ കഴിയാത്ത വലിയ സ്ഥാനമാനം ഒരാൾക്ക് പരലോകത്ത്
അല്ലാഹു നേരത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും. വഫീ അഹ്ലിഹി വമാലിഹി, കുടുംബത്തിലും സമ്പത്തിലും വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടും. സുമ്മ സ്വബ്ബറഹു അലാ ദാലിക, പിന്നെ അതിനെ മേൽ ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകും. ഹത്താ യനാലൽ മൻസിലത്തല്ലതി സബഖത് ലഹു മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്ഥാനത്തിലേക്ക് അയാൾ എത്തിച്ചേരാൻ വേണ്ടി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് പറയുന്നു. സഹോദരന്മാരെ, 5 വർഷത്തോളം ഓരോ ഒന്നിടവിട്ട ദിവസങ്ങളിലും ഡയാലിസിസിന് വിധേയമായി വളരെ പ്രയാസം സഹിച്ചു. പക്ഷേ ആ പ്രയാസങ്ങളുടെ ഒടുവിൽ അവസാനം സന്തോഷമുണ്ടായി. ആ മരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ വലിയ ആബിദത്താണ് അവരുടെ വല്യമ്മ, ഷമീർ ഉസ്താദിന്റെ വല്യമ്മ, എന്റെ വല്യപ്പയുടെ സഹോദരിയാണവർ. വലിയ ആബിദത്താണ്, എപ്പോഴും ഖുർആൻ ഓതുന്ന, രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങിയാൽ ഖുർആൻ ഓത്താണ്. 2 കാലിലും നടക്കാൻ കഴിയില്ല. പക്ഷേ മരുമക്കളോട് എന്നെ ഒന്ന് ഇരുത്തിയിട്ട് ആ കസേരയിൽ ഒന്ന് ഇരുത്തണമെന്ന് പറയും. കസേരയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് കസേരയിൽ അങ്ങ് ഇരുന്നിട്ട് ഖുർആൻ, ഒരു വലിയ ഖുർആൻ, ഷമീർ ഉസ്താദിന്റെ ഖുർആൻ ഓതാനുള്ള സ്റ്റാൻഡുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഖുർആൻ വെച്ചങ്ങ് ഓതാൻ തുടങ്ങും. ആ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഖുർആൻ ഓതും. റമദാൻ ഒരു 4ഓ 5ഓ ഒക്കെ ആകുമ്പോ ഞങ്ങളൊക്കെ അവിടെ കാണാൻ പോകാറുണ്ട്. ഞങ്ങളുടെ അമ്മായിയാണ്. അപ്പൊ പറയുന്നു ഓതിയിട്ടുള്ള ഇല്ല, ആകെ 2ഓ 3ഓ ഖത്മേ ആയിട്ടുള്ളൂ, 4ഓ 5ഓ ആയിട്ടുള്ളൂ. റമദാൻ അപ്പോഴേക്കും 4ഉം 5ഉം ഖത്മ തീർത്തിട്ടുണ്ടാകും. 6 മണിക്ക് തുടങ്ങിയാൽ പിന്നെ വഹാ സമയത്തൊന്ന് വഹാ നിസ്കരിക്കും. പിന്നെയും ഒത്തു തുടരും. നിസ്കാരത്തിനല്ലാതെ ചിലപ്പോഴൊക്കെ ആ ഒരൊറ്റ വുളൂ കൊണ്ട് അസുർ വരെ നിസ്കരിക്കാറുണ്ടത്രേ. അങ്ങനെ ഇരുന്നുള്ള ഓത്താണ്. അവരുടെ മുൻപിൽ വെച്ച് അവരുടെ കൈ പിടിച്ചുകൊണ്ട്, സ്വന്തം മകനെ ഉമ്മ കൈ പിടിക്കുകയാണ്. ആ കൈ പിടിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് മക്കളൊക്കെ നന്നായി ഖുർആൻ ഓതുന്നു. ഒരു ഭാഗത്ത് ബുറുദ ചൊല്ലുന്നു. എല്ലാത്തിന്റെയും സാഹചര്യത്തിൽ ഒരു ആത്മീയമായ അന്തരീക്ഷത്തിൽ വെറും അരമണിക്കൂർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അരമണിക്കൂർ വീട്ടിലെത്തി ഈ ഒരു ആത്മീയപരമായ അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നു. ആ മയ്യത്ത് കണ്ടു പോകുമ്പോ എന്റെ നാട്ടിലെ ഒരു ഉസ്താദ്, എന്റെ കുടുംബത്തിലെ ഒരു ഉസ്താദ് പറഞ്ഞു, ചെറിയാക്ക എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കാറുള്ള സ്നേഹത്തോടെ. ചെറിയാക്കയുടെ മരണം കണ്ടാൽ ഇങ്ങനെയൊക്കെയുള്ള മരണമാണെങ്കിൽ കടവും ബാധ്യതയും ഒക്കെ തീർന്നെങ്കിൽ ഒന്ന് അങ്ങനെയുള്ളൊരു മരണം കിട്ടിയാൽ ഒന്ന് പോകാമായിരുന്നു. നോക്കൂ നിങ്ങൾ, അദ്ദേഹം 24 വർഷം വിദേശത്ത് കഠിനമായ പ്രയാസങ്ങൾ സഹിച്ചു. എന്റെ ഉപ്പ അവരുടെ കൂടെ കുറച്ചു കാലം വിദേശത്തുണ്ടായിരുന്നു. ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാലും പലപ്പോഴും ശമ്പളമൊന്നും കിട്ടാതെ പ്രയാസപ്പെട്ടു. ഏക മകനായ മുഹമ്മദ് ഷമീർ ഹസനി ഉസ്താദ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. 10 വർഷത്തിലധികമുള്ള ഞങ്ങളുടെ പഠനത്തിലധികവും ഒന്നിച്ച് ഞങ്ങൾ പഠിച്ചവരാണ്. ഒരുപാട് ദൈന്യതയുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് കടന്നുപോയത്. ചെറിയ ഒരു വീടുണ്ടാക്കി, അത് തന്നെ ഓടിട്ട ഒരു വീടല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന വീട് ഷമീർ ഉസ്താദ് സ്വന്തമായി ഉണ്ടാക്കിയതാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു രൂപ പോലും ഒരുപക്ഷെ ഉപ്പയുടേതുണ്ടാവില്ല. അത്രയും അധികം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും ആ മകനെ ആലിമാക്കാനുള്ളൊരു വലിയ അസ്മ, ഉറച്ച തീരുമാനമെടുത്തതിന്റെ പേരിൽ, അതുപോലെ ശൈഖുനടക്കമുള്ള ഉസ്താദുമാരുടെ ആലിമീങ്ങളോട് വലിയ സ്നേഹവും ബന്ധവും, ഉസ്താദ് നൽകുന്ന ദിക്റുകളുടെ ഇജാസത്തുകൾ, ബഹുമാനപ്പെട്ട റഈസുൽ ഉസ്താദ് നൽകുന്ന ദിക്റിന്റെ ഇജാസത്തുകളൊക്കെ അങ്ങനെ കൃത്യമായി ചൊല്ലി വലിയ ഒരു സാധാരണക്കാരാണെങ്കിൽ വലിയ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ അല്ലാഹുവിന്റെ മരണം നന്നാക്കി പുഞ്ചിരിച്ച് മരിച്ചു കിടക്കുന്നു. ഇങ്ങനെ എത്ര സാധാരണക്കാര് മരിച്ചുപോയി. സഹോദരന്മാരെ, നമുക്കുണ്ടൊരു സമയം, ആ സമയത്ത് നമുക്കും പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമാരും സാധാരണക്കാരുമായ ആളുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചവരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു പോയ അയിമ്മത്തുകളുടെ ചരിത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് നമുക്കും അത് സാധ്യമാണ്. ആലിമീങ്ങളെ ഇഷ്ടം വെച്ച്
മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച് ഇൽമിന്റെ അഹ്ലുകാരോട് ചേർന്ന് നിന്ന് ജീവിച്ചാൽ നമ്മുടെ അന്ത്യം സുമംഗളമായിരിക്കും. ആ അന്ത്യമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. ആളുകളൊക്കെ കരഞ്ഞപ്പോൾ ചിരിച്ചപ്പോൾ നമ്മൾ കരഞ്ഞുവെങ്കിൽ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. പുഞ്ചിരിച്ചൊന്ന് മരിക്കണം. അതിനു വേണ്ടിയാവട്ടെ നമ്മുടെ ഈ ദുൽഹിജ്ജയുടെ അവസാനത്തിലുള്ള പ്രതിജ്ഞ. ഇൻഷാ അല്ലാഹ് മുഹറം വരികയാണ്. പുതിയൊരു ജീവിതത്തെ ചിട്ടപ്പെടുത്തു സഹോദരങ്ങളെ. ജമാഅത്തുകളിൽ കൃത്യമായൊന്ന് പങ്കെടുക്കാനുള്ള മനസ്സ് വെക്കൂ. റവാത്തിബ് സുന്നത്തുകൾ മുടങ്ങാതെ ഒന്ന് നിർവഹിക്കൂ. ദുഹാ നിസ്കാരം നിർവഹിച്ചാൽ 300-ലധികം സ്വതക്ക ചെയ്ത പുണ്യമാണ്. അതൊന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കൂ. ഹദ്ദാദ് പതിവാക്കിയാൽ അവസാനം ആഖിബത്ത് നന്നാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ദിക്റുകളെല്ലാം ഹദീസിൽ വന്ന ദിക്റുകളാണ് അതിലുള്ളത്. ഹദ്ദാദൊന്ന് ജീവിതത്തോട് ചേർത്ത് വെക്കൂ. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരുടെ ഓരം പറ്റി ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് മുതഅല്ലിമീങ്ങളോട് മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച് ഇവിടെയുള്ള സംരംഭങ്ങളോട് ചേർന്ന് നിന്ന് ഒരേ ഒരു ലക്ഷ്യം, എന്റെ യാത്ര നന്നാകണം. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ട് ആഖിബത്ത് നന്നായിട്ട് ഒരു സുമംഗളമായ യാത്ര പോകണം. അതിനു വേണ്ടി മാത്രം ദുആ ചെയ്യണം. ഉസ്താദുമാരെ കാണുമ്പോൾ ദുആ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഒരു ലിസ്റ്റ് കൊടുക്കണം. ആഖിബത്ത് നന്നായി മരിക്കണമെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടക്കലിൽ ഒരു സഹോദരൻ 4 വർഷം വന്നിട്ട് എപ്പോൾ കൈ കൊടുത്ത് സലാം പറഞ്ഞാലും സലാം അലൈക്കും വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം പറയുന്ന ഒരൊറ്റ ദുആഇന്റെ വസിയ്യത്തേ ഉള്ളൂ. ഉസ്താദേ ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ പെൺമക്കളെ ഉള്ളൂ. 35 വയസ്സായ പെൺമകൾ വീട്ടിൽ വിവാഹിതയല്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. മറ്റൊരു മകൾ വിവാഹം കഴിഞ്ഞ് വിവാഹമോചനം ചെയ്ത് വീട്ടിലുണ്ട്. പക്ഷേ ആ പരാതിയൊന്നും പള്ളിയിലെ ഉസ്താദിനോട് പറയാനില്ല. 95% എന്നെ കൈപിടിച്ചപ്പോഴൊക്കെ ആ ദുആ പറഞ്ഞത് അദ്ദേഹം ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം. ആ ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാകണം. അല്ലാഹു നമുക്കൊക്കെ ആഖിബത്ത് നന്നായ മരണം നൽകട്ടെ.